മുഴക്കുകയാണ് തെരുവ് നായകൾ. വീടിന് പുറത്തിറങ്ങിയാൽ പട്ടി കടിച്ചു കീറുമെന്ന സ്ഥിതിയാണ്. സംസ്ഥാനം തെരുവ് നായകളുടെ സങ്കേതമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. തലസ്ഥാനത്തിന് 48,000 തെരുവ് നായകൾ സ്വന്തം. തെരുവ് നായകളുടെ എണ്ണത്തിൽ 2ാം സ്ഥാനത്താണ് തലസ്ഥാനമുള്ളത്. 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് കൊല്ലം ജില്ലയാണ്. 50,869 തെരുവ് നായകൾ. മൃഗസംരക്ഷണ വകുപ്പിന്റെ കണക്കെടുപ്പിൽ സംസ്ഥാനത്തൊട്ടാകെ 2,89,986 തെരുവ് നായകളെ കണ്ടെത്തി. ഇതിൽ 47,829 എണ്ണവും തലസ്ഥാനത്താണ്. കോർപ്പറേഷൻ പരിധിയിൽ അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന 86,079 നായകളും ഉണ്ട്. 2022 സെപ്റ്റംബർ മുതൽ കഴിഞ്ഞ 11 വരെ ജില്ലയിൽ 5,327 തെരുവ് നായകൾക്ക് പ്രതിരോധ കുത്തിവയ്പ് എടുത്തിട്ടുണ്ടെന്ന് മൃഗസംരക്ഷണ വകുപ്പിന്റെ കണക്കിൽ നിന്ന് മനസ്സിലാക്കാം. കോർപ്പറേഷൻ പരിധിയിൽ 4,970 നായകൾക്ക് പ്രതിരോധ കുത്തിവയ്പ് എടുത്തതായും കണക്കിൽ പറയുന്നു. 1,680 നായകളെ വന്ധീകരിച്ചു. ഈ കാലയളവിൽ ജില്ലയിലെ 48,839 വളർത്തു നായകൾക്കും പ്രതിരോധ കുത്തിവയ്പ് എടുത്തിട്ടുണ്ട്. അതേസമയം തെരുവ് നായകളുടെ പ്രജനന നിയന്ത്രണ പദ്ധതികൾക്ക് ജില്ലയിൽ പാളിയ അവസ്ഥയിലാണ്. കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള പേട്ട വെറ്റിനറി ആശുപത്രിയിൽ മാത്രമാണ് തെരുവ് നായകളെ വന്ധീകരണ ശസ്ത്രക്രിയയ്ക്ക് പേരിന് പോലും നടക്കുന്നത്. ഒരു കോർപ്പറേഷനിലും 4 മുനിസിപ്പാലിറ്റികളും 73 പഞ്ചായത്തുകളും ഉണ്ടെങ്കിലും ആനിമൽ ബർത്ത് കൺട്രോൾ പദ്ധതിക്കായി വകയിരുത്തിയിരിക്കുന്നത് 26 തദ്ദേശ സ്ഥാപനങ്ങൾ മാത്രമാണ്. 52.46 ലക്ഷം രൂപയാണ് ഈ സാമ്പത്തിക വർഷത്തിൽ പദ്ധതിക്കായി വകയിരുത്തിയിരിക്കുന്നത്. കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാൻ അനുമതി നൽകിയതിന് സമാനമായി മനുഷ്യജീവന് ഭീഷണിയായ തെരുവ് നായകളെ കൊല്ലാൻ കഴിയുമോ എന്ന കാര്യം സർക്കാർ പരിശോധിച്ചു വരികയാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് പറഞ്ഞു. കർശനമായ നിബന്ധനകളോടെ തെരുവ് നായകളെ ഇല്ലാതാക്കുന്നതിനെ പറ്റി സർക്കാർ നിയമവൃത്തങ്ങളുമായി കൂടിയാലോചിക്കുകയാണ്. സംസ്ഥാനത്ത് തെരുവ് നായകളുടെ വന്ധീകരണത്തിന് തടസ്സം ആനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യയുടെ കർശന ചട്ടങ്ങളാണെന്നും മന്ത്രി വ്യക്തമാക്കി.